സ്കൂൾ ലീവായിരുന്നു. നേരെ പോയത് രാമേന്ദ്രയിലോട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഷ്ടി സാധനം വാങ്ങിക്കണ്ടേ. ആദ്യം ലബൂബുവിൻ്റെ ഈ സാധനം കണ്ടുകൊണ്ട് ഉടനെ ഞാൻ എടുത്തു. പിന്നെ ക്യൂടെക്സ്, കാജൽ, പിന്നെ ഒരു ലിപ് ബാമും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെ. പിന്നെ ഞാൻ മുകളിലത്തെ ഇപ്പോൾ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ 100 രൂപയാണ് അതിൻ്റെ റേറ്റെങ്കിലും അമ്മ വാങ്ങി തന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് വാങ്ങി തന്നില്ല. പിന്നെ ഈ ടോയ്സുള്ള ആ സെക്ഷനിലോട്ട് ഇപ്പോൾ ഈ ഡോൾസ് കണ്ടേ, കീച്ചെയിൻ ഡോൾസ്. അതിൽ ഈ സാധനം നല്ല ക്യൂട്ടാണ്. പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ലബൂബിൻ്റെ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതൊന്നും യൂസ് ചെയ്യില്ല. പഠിത്തത്തിൻ്റെ ഇടയിൽ പഠിത്തം മാത്രമേ നടക്കുകയുള്ളൂ. ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് ചുമ്മാ ക്യാഷ് കളയണ്ട. എങ്കിലും അമ്മ സാധനം വാങ്ങിച്ചു തരണമെങ്കിൽ എൻ്റെ സേവിങ്സിലായിരിക്കും വാങ്ങിച്ചു തരണത്. അതുകൊണ്ട് ഞാൻ പിന്നെ വേണമെന്നൊന്നും വാശിയൊന്നും പിടിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നേ. പിന്നെ ഈ കണ്ണാടി ഞാൻ നോക്കിയപ്പം ഒരു പിങ്ക് ഉണ്ടായിരുന്നു. ആ പിങ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 2 എണ്ണം ഇരിക്കുകയായിരുന്നു. 2 എണ്ണം ഞാൻ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. 2 എണ്ണം നോക്കിയപ്പോൾ എനിക്ക് ഒരെണ്ണമാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു. ബാലൻസ് ഒന്ന് 6 അടുത്ത് അവിടെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം തറയിൽ വീണ് പൊട്ടിയതിന് വേറെ പൈസയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ താഴെ കൊണ്ട് ബില്ലടിച്ചോളാം, വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്ത് ടാറ്റെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ പോവുകയാണ്. പക്ഷേ അമ്മ വഴക്ക് പറഞ്ഞെങ്കിലും ഞാനൊന്നും ഉണ്ടില്ല. താഴെ അങ്ങ് പോയി ബില്ലടിച്ചോളാം. പിന്നെ അടുത്ത് 2 ഡ്രസ്സ് എടുത്തത്. ഈ ഫ്രോക്ക് എനിക്ക് ഒട്ടും പിടിക്കാത്തതുകൊണ്ട് ഞാൻ മറ്റേത് തന്നെ എടുത്തു. പക്ഷേ ഫ്രോക്ക് അമ്മയ്ക്കാട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ വിശക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഷാർജ വാങ്ങിച്ചു തന്നു. പിന്നെ ഒരു മീറ്റ് റോൾ വാങ്ങി. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത്. പിന്നെ എന്താ ഇത്ര വിശപ്പ്. പുറത്ത് വന്നാൽ പിന്നെ എനിക്ക് ഇന്നയിലൊക്കെ പൈസ കളഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പം ഞാൻ ഷാർജയും ഒരു മീറ്റ് റോളിലും ഒതുക്കിയെന്നൊരു ക്യാഷിന്. പിന്നെ ഈ സോസിൻ്റെ കുപ്പി തന്നെ കുറേ ഞാൻ ചതിച്ചിട്ട് പിന്നെ ഒരു കുറച്ചാണ് നമുക്ക് തന്നത്. അതിൽ കുറച്ച് ഇല്ലായിരുന്നു, പൈസ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ പിതുക്കി എടുത്ത്. പിന്നെ പിതുക്കിയിട്ട് പിന്നെയും വന്നില്ല. അത് പിന്നെ എന്നെ കളിയാക്കി ഗൈസ്. പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ച് കഴിച്ചു. ഇതിൽ ഫില്ലിങ്സിനെക്കാട്ടും കൂടുതൽ ഈ ബണ്ണ് തന്നെയാണ്. പക്ഷെ അത് കഴിച്ച് എനിക്ക് ഒരുമാതിരിയായി. അത് ഒരെണ്ണം തിന്നുമ്പോൾ തന്നെ വയറ് നിറയും കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിശക്കും. ഓക്കെ, ബൈ.